ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. അതായത് ഒരു 1 ഡേ ട്രിപ്പ് തെങ്കാശി പിന്നെ സുന്ദരപാണ്ഡ്യപുരം സൂര്യകാന്തി പാടം കാണാനായിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ മാളുവിൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഞങ്ങളൊരു ട്രാവലറിലാണ് യാത്ര പോയത്. കുറച്ച് 12 പേരോളം ഉണ്ടായിരുന്നു. കുഞ്ഞയുടെ അനിയത്തിയും 2 അനിയത്തിമാരും മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു അനിയത്തി താമസിക്കുന്ന പള്ളിച്ചിലാണ്. അപ്പോൾ അവർ രാവിലെ അവിടെ വന്നപ്പോൾ അതാ നീലുവിൻ്റെ കുഞ്ഞുവാവയും. അപ്പോൾ ഞങ്ങൾ അവരവിടെ വന്നു. ഇനി ഒരനിയത്തി താമസിക്കുന്ന കൊല്ലത്താണ്. അപ്പോൾ അവർ നമ്മളോട് തെങ്കാശിയിലവിടെ വെച്ച് ജോയിൻ ചെയ്യും. അങ്ങനെ അവരവരുടെ കാറിലാണ് വരുന്നത്. അങ്ങനെ കുഞ്ഞു സാധനങ്ങളെ കൊണ്ടുപോകാൻ പിള്ളേരൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്കുള്ള സാധനങ്ങളും അങ്ങനെ വെള്ളമൊക്കെ എടുത്തെല്ലാം തയ്യാറാക്കി വയ്ക്കുമായിരുന്നു. പിന്നെ മാളൂട്ടിയിൽ ഞങ്ങൾ 5:30 ഇറങ്ങി. എല്ലാവരും റെഡിയായി. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളിവിടെ നിന്ന് രാവിലെ മാളൂൻ്റെ അവിടെ ചെന്നു. അപ്പം ഇറങ്ങുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. അവിടെ ചെന്നതിന് ശേഷമാണ് വീഡിയോസ് എടുത്തത്. ചെറിയ കുഞ്ഞു വീഡിയോസ് എല്ലാമൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം ഉള്ള വീഡിയോസ് വെച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ എടുത്തു. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ 2-3 അമ്പലത്തിൽ കയറി. അപ്പോൾ അമ്പലത്തിൽ കയറിയതിൻ്റെ വീഡിയോ ഇല്ല. കുളത്തുപുഴയും ആര്യങ്കാവിലുമാണ് കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തെങ്കാശിയിലുള്ള തിരുമലൈ ക്ഷേത്രത്തിലേക്ക് എത്തി. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ ഫാമിലീസും ഉണ്ടായിരുന്നു അവിടെ കയറാനായിട്ട്. അത് പടി ഇങ്ങനെ കയറി പോകുന്ന വണ്ടിയും പോകും. ഞങ്ങൾ വണ്ടിയിലാണ് മുകളിലറ്റം വരെയും പോയത്. അവിടെ എന്നിട്ടാണ് അവിടെ കയറിയത്. അത് മുരുകൻ ക്ഷേത്രമായിരുന്നു. എല്ലാവരും റീൽസിലൊക്കെ കാണുന്ന അമ്പലമായിരുന്നു തെങ്കാശിയിലെ ആ ക്ഷേത്രം. പുഷ്പ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഇപ്പോൾ ഫുഡൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തെന്മലയുടെ അവിടെ വെച്ചാണ് കഴിച്ചത്. അവിടെ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. പക്ഷേ ആ വീഡിയോ ഒന്നും എടുത്തില്ല. അതൊക്കെ ഞങ്ങൾ ഈ അമ്പലത്തിൽ നിന്ന് പിന്നെ അടുത്ത് സൂര്യകാന്തി പാടമായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഇടയിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ കുട്ടാപ്പി ഇരുത്തിയെടുത്ത വീഡിയോ ആണിത്. അങ്ങനെ പിന്നെ അടുത്ത് സൂര്യകാന്തി പാടം അവിടെ എത്തി. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിലേക്ക് ഇറങ്ങുന്നതിനവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുന്നതിന്. അപ്പം കുഞ്ഞമ്മയും കൊച്ചനും അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങൾ പിള്ളേർ സച്ച് അത്രയും അതിനകത്ത് ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കാണാൻ വെയിലുണ്ടെങ്കിലും തൊപ്പിയും കുടയൊക്കെ വെച്ച് നിന്ന് ഫോട്ടോസ് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ അതിനെ നടത്തി. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു, നല്ല യാത്ര. എല്ലാവരും കൂടെ ഒന്നിച്ച് പോയതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. വീണ്ടും ഇതുപോലെ യാത്രകളൊക്കെ സാധിക്കട്ടെ. ഇതിപ്പോൾ ഞങ്ങൾക്ക് തെങ്കാശിയിലെ കണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ എടുത്തൊരു ചെറിയ വീഡിയോ ആണ്. ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ 3:30-4 മണിയായി ഫുഡ് കഴിച്ചപ്പോൾ. അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് അപ്പം അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ഇനിയും ഇതുപോലെ തുടർന്നുള്ള വീഡിയോസ് കൃത്യമായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നു വിചാരിക്കും. ചിലപ്പോൾ അറിയില്ല എങ്ങനെയാണെന്ന്. എന്നാലും മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. അപ്പോൾ ബൈ.